തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ സമഗ്രമായ മുന്നേറ്റം നേടിയെടുത്തുകൊണ്ട് UDF ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ച അന്തരീക്ഷത്തിൽ കയ്യിലിരുന്ന ഒട്ടുമിക്ക കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും നഷ്ടപ്പെട്ട LDF ഏറ്റുവാങ്ങിയത് കനത്ത തിരിച്ചടിയാണ്. കേരളത്തിൽ നിലവിലുള്ള 6 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കൊല്ലം എന്നീ 5 ഇടങ്ങളിലും ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷമായിരുന്നു. കണ്ണൂർ മാത്രമാണ് UDFന് ഭരണമുണ്ടായിരുന്നത്. BJP ഒരിടത്തും തന്നെ ഇല്ലായിരുന്നു. ആ സ്ഥാനത്താണ് ഇടത് ഭരണത്തെ കാര്യക്ഷമമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് LDF പാളയത്തിൽ നിന്നും 4 കോർപ്പറേഷനുകൾ കൂടി UDF പിടിച്ചെടുത്തത്. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയും നേടി. കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് LDFന് നിലനിർത്താനായത്. ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ LDFന്റെ കുത്തക സീറ്റുകൾ പിടിച്ചെടുത്ത് മുന്നേറിയ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉദങ്കത്തിൽ ഇനി താമരചിഹ്നം പതിപ്പിച്ച BJPയുടെ വെന്നിക്കൊടി പാറിപ്പറക്കുമെന്ന കാര്യം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ തിരുത്തിക്കുറിച്ച സംഭവമായപ്പോൾ കൊല്ലത്തും LDFന് ജനങ്ങൾ സമ്മാനിച്ചത് കനത്ത തിരിച്ചടി തന്നെയാണ്. കോർപ്പറേഷൻ രൂപീകരിച്ച കാലം തൊട്ട് ഇന്നോളം LDFനൊപ്പം അടിയുറച്ചു നിന്നിരുന്ന കൊല്ലം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി വലതുപക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ട് പിണറായിയുടെ ദുർഭരണത്തിൽ മനം മടുത്ത തൊഴിലാളികളുടെ ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ പ്രതിഫലിപ്പിച്ചു. കേരളത്തിലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11ഇടത്തും ഇക്കഴിഞ്ഞ തവണ ഇടതർ ഭരിച്ചപ്പോൾ 3 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമായിരുന്നു UDFനുണ്ടായിരുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശിയപ്പോൾ 4 ജില്ലാ പഞ്ചായത്തുകൾ കൂടി LDFൽ നിന്നും UDF പിടിച്ചെടുത്തു. സംസ്ഥാനത്തൊട്ടക്കമുള്ള 87 നഗരസഭകളിൽ 54 നഗരസഭകൾ UDF പിടിച്ചെടുത്തപ്പോൾ 28 നഗരസഭകൾ കൊണ്ട് തൃപ്തി അടയാനായിരുന്നു LDFന്റെ വിധി. 2 നഗരസഭകൾ BJP ആധികാരികമായി തന്നെ നിലനിർത്തി. കഴിഞ്ഞ തവണ 44 മുനിസിപ്പാലിറ്റികളിലായിരുന്നു ഇടതർ ഭരിച്ചത്. ഇക്കുറി 28ലേക്കാണ് അത് ഒതുങ്ങിയത്. സംസ്ഥാനത്തെ 52 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യഥാക്രമം LDF 113, UDF 38 എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ ഭരണമെങ്കിൽ 113ൽ നിന്നും 63ലേക്കാണ് ഇടതുപാളയം കൂപ്പുകുത്തിയത്. എന്നാൽ 79 സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇക്കുറി UDFന്റെ തേരോട്ടം ഉണ്ടായിരിക്കുന്നത്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 504 സീറ്റുകൾ UDF പിടിച്ചെടുത്തപ്പോൾ 341 സീറ്റുകൾ മാത്രമാണ് LDFന് കിട്ടിയത്. BJPക്കാകട്ടെ 26 സീറ്റുകളും ലഭിച്ചു. കഴിഞ്ഞ തവണ ഇടതർക്കും വലതർക്കും BJPക്കും ഗ്രാമപഞ്ചായത്തുകളിലെ സീറ്റ് നില യഥാക്രമം 571, 351, 12 എന്നിങ്ങനെയായിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ വിജയ ശതമാനത്തെ ഒറ്റവാക്കിൽ വിശദീകരിച്ചാൽ UDF കുതിച്ചു കയറുകയും മികച്ച മുന്നേറ്റവുമായി BJPയും അവരുടെ അടിത്തറ ഭദ്രമാക്കിയപ്പോൾ LDF തകർന്നടിയുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 10 കൊല്ലം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് സ്വജനപക്ഷപാതത്തിൻ്റെയും കെട്ടുകാര്യസ്ഥതയുടെയും സ്വർണ്ണക്കൊള്ളയുടെയും സ്വർണ്ണക്കടത്തിൻ്റെയും ആരോഗ്യരംഗത്തെ കനത്ത പരാജയത്തിൻ്റെയും എല്ലാം കരിനിഴലിൽ നിൽക്കുന്ന LDFന് തങ്ങളുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ പാലക്കാട് MLA പ്രതിയായ സ്ത്രീ പീഡന കേസ് ആകുന്നത്ര ശക്തിയോടെ ആംപ്ലിഫൈ ചെയ്ത് ഇലക്ഷന് നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഇനി ഒരിക്കൽ കൂടി കേരളത്തിലെ ഭരണത്തിലേക്ക് വരണമെന്ന് കേരളത്തിൻ്റെ ജനങ്ങൾ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം തീർപ്പാക്കിക്കൊണ്ട് LDFന്റെ ശവപ്പേടകത്തിലേക്ക് അവസാനത്തെ ആണിയും തറക്കുകയായിരുന്നു. തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശ പോരാട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിൽ നിറഞ്ഞു നിന്ന ഇടതുപക്ഷത്തെ ഇപ്പോൾ തൊഴിലാളി വർഗം എത്രത്തോളം പരിഗണിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കൊല്ലം കോർപ്പറേഷനിലെ പരാജയം. LDFന്റെ ഓഫറുകളും പെൻഷൻ ഗിമ്മികളും സമ്മാന പൊതികളും PR വർക്കുകളും എല്ലാം കേരളത്തിലെ ജനങ്ങളെടുത്ത് തോട്ടിലെറിഞ്ഞിരിക്കുകയാണ്. ആധികാരികമായ മുന്നേറ്റത്തിലൂടെ UDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉറപ്പിച്ചെങ്കിലും തത്വാധിഷ്ഠിതവും ധാർമ്മികവുമല്ലാത്ത പ്രീണന രാഷ്ട്രപര്യത്തിന്റെ ധാരണകളിൽ UDF നേടിയ വിജയത്തിന്റെ ക്രെഡിറ്റ് അട്ടിപ്പേറാക്കിക്കൊണ്ടെടുത്ത് രാജ്യവിരുദ്ധ ശക്തികൾ കേരളത്തിൽ അഴിഞ്ഞാടുമോ എന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. നീണ്ട 10 വർഷങ്ങൾ അധികാരമില്ലാത്ത വല്ലാത്ത അവസ്ഥയിൽ നരകിച്ചു കഴിഞ്ഞ കോൺഗ്രസിനും മുഖ്യ കയ്യാളികളായ ലീഗിനും പെരുത്ത ആശ്വാസം നൽകുന്നതാണ് ഈ വിജയം. എന്നാൽ ഇസ്ലാമിക ആധികാരിക വിഭാഗമായ സമസ്ത പോലും
രാജ്യവിരുദ്ധരെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ വാങ്ങിയാണ് UDFിൻ്റെയും വിജയം എന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് കടുത്ത മങ്ങൽ തന്നെയായിരിക്കും ഏൽപ്പിക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. ഞങ്ങൾ പിന്തുണച്ചിട്ടാണ് UDF ജയിച്ചതെന്ന അഹന്ത വിചാരങ്ങളുടെ മൂർധന്യതയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രചരിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ആപ്തവാക്യം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പണ്ട് പോപ്പുലർ ഫ്രണ്ട് എഞ്ചിൻ ഇടിപ്പിച്ച് നിർത്തിയിടത്തു നിന്നും തുടങ്ങാനാണ് വെൽഫെയറിന്റെ പദ്ധതിയെങ്കിൽ അത് കേരളത്തെ കൊണ്ടെത്തിക്കുന്നത് കടുത്ത പ്രതിസന്ധിയിലേക്ക് തന്നെയായിരിക്കും.